നിങ്ങൾ കുറച്ച് ആക്റ്റീവായിരിക്കില്ലെങ്കിൽ മമ്മാനെ നനഞ്ഞ വടക്കെന്ന് പറഞ്ഞ പോലെ നിങ്ങളെ അതേപോലെ പറയും. എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരൊക്കെ കൂടെയിട്ടുള്ള ഒരു ഗെയിം പ്ലാനിൽ പുറത്താക്കിയതാണോ എന്ന് കൂടെ എനിക്കിപ്പോ സംശയമുണ്ട്. ഫേക്ക് ആയിട്ട് നിൽക്കുവായിരുന്നെങ്കിൽ മുന്നോട്ട് പോയത് ആണല്ലേ? ജെന്യുനായി നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റിയ ഒരു ഗെയിം അല്ലല്ലോ. എന്താണെന്നുണ്ടെങ്കിൽ അത് എത്ര പൈസ തരാം എന്ത് തരാന്ന് പറയുകയാണെങ്കിലും എനിക്ക് എന്റെ സ്റ്റാൻഡിൽ നിൽക്കാൻ തന്നെ ഇഷ്ടം. അടി ഉണ്ടാക്കണവിടുത്ത് അടി ഉണ്ടാക്കണം, വേണ്ടാത്തടുത്ത് ഞാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയില്ല. ഇത് സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്താലും വെറുതെ കുരയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്ത് കൊടുത്തിട്ട് കാര്യമില്ല. അത് അവിടെ കിടന്ന് കുരയ്ക്കും, എന്നിട്ട് അത് കുറച്ച് മതിയാകുമ്പോൾ അവിടെ ഇരിക്കും. നിങ്ങൾക്ക് ബിഗ് ബോസിൽ കിട്ടിയിട്ട് കോൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്പോൺസർ വരികയാണ് വേൾഡ് റൈഡിന് എന്തെങ്കിലും, നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഞാൻ വേൾഡ് റൈഡ് പോകും, ഷുവറായിട്ട് ഞാൻ വേൾഡ് റൈഡ് പോകും. ബിഗ് ബോസിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻറ്റ് ട്രാവലാന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം അടി ഉണ്ടാക്കി അമ്മമാര് ഫൈറ്റ് ഉണ്ടാക്കി തെറിയും അതും ഇതും പഠിച്ച് നേർക്ക് നിന്നിട്ട് ഇങ്ങനെ കാണിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എടാ ആ സാരപ്പെട്ടെ, നമ്മൾ ഇന്നത്തെ പ്രൊമോയ്ക്കുള്ള നമ്മൾ കൊടുത്തു, ഇന്നത്തെ കണ്ടന്റിനുള്ളത് നമ്മൾ കൊടുത്തു, ഓക്കെ ഇനി വാ. ഇതാണ് അവിടുത്തെ സെറ്റപ്പ്. എനിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഞാനായിട്ട് നിന്നിട്ട് പോകണം. എനിക്കൊരു സേഫ് ഗെയിം കളിച്ചിട്ട് പോകണ്ട. ഞാനിവിടെ ഡംബായിട്ട് നിൽക്കുന്നതിനും കാട്ടി നല്ലത് ഞാനായിട്ട് ഇറങ്ങിപ്പോകുന്ന. ബിഗ് ബോസ് നിഷാനയുടെ റിയൽ കുടുംബം എന്ന് നമ്മോടൊപ്പം ഉണ്ട്. ഇതാണ് ബിഗ് ബോസ് നിഷാനയുടെ ചെറിയ ഹാപ്പി ഫാമിലി. ഹായ്, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമോ ആദ്യം? ഇത് ഇക്കാക്ക നിഹാല്, ഹായ്. ഇത് മൂത്ത മോള് നിഹ, ഇത് രണ്ടാമത്തെ ആള് ഇഷാന്, ഇത് മൂന്നാമത്തെ ആള് സിദ്ധാൻ. വിഷമത്തിലാണല്ലോ. കുറച്ച് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ഒരാളാണ്. എന്താണ് ഉമ്മ 13 ദിവസമാണ് നിങ്ങളെ വിട്ട് ബിഗ് ബോസ് ഹൗസിലുള്ളത്. നിങ്ങളെ വിട്ടിട്ട് ട്രാവലൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷെ ബിഗ് ബോസിൽ ഉമ്മ പോകുമ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാണുക എങ്ങനെയായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു ടി വിയിൽ ഇങ്ങനെ കാണുമ്പോൾ. കണ്ടോണ്ടിരിക്കുവായിരുന്നോ ലൈവായിട്ട്? എപ്പോഴും കാണുമായിരുന്നു. ആണോ? ഏറ്റവും കൂടുതൽ കാണുന്ന ആരാ? എല്ലാരും ഇരുന്ന് കാണും. സീറ്റുകളൊക്കെ ബുക്കിംഗ് ആണ് ഇവിടെ. അപ്പൊ മമ്മിയാണെങ്കിൽ അവിടെ വലിയ രീതിയിൽ ബഹളൊക്കെ നടക്കുമ്പോ അങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടൊക്കെ നിൽക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പറയാറുണ്ടോ? മമ്മൻ ഇങ്ങനെ നിക്കണേ, എന്നെ ആളാകെ മാറില്ലോ എന്നൊക്കെ. ഇവിടെ ആയിരുന്നെങ്കിൽ പൊരിച്ചേനെ അല്ലേ? പൊരിക്ക അങ്ങനൊന്നുമില്ല. എന്തായാലും ഇവിടെ ഭയങ്കര ആക്റ്റീവ് ആയപ്പോഴും. പക്ഷെ അവിടെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ തല്ലുണ്ടാക്കൂലേ, ഇപ്പൊ എന്നെ അന്തം വിട്ട് നോക്കി വെക്കും മമ്മ. സീനൊക്കെ കാണിക്കും മമ്മയുടെ മുഖം. അതൊക്കെ കാണുമ്പോ ഞാൻ പെട്ടെന്ന് അന്തം വിടും, മമ്മൻ ഇങ്ങനെ നോക്കിക്കണേന്ന്. ആരതില് ശരിക്കും ബിഗ് ബോസ് ഫാൻ, കട്ട ഫാൻ ആരാ? ഇഷാനാണ്. ഇഷാന് എന്താണ് ഉമ്മാന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുന്നത്? മുന്നത്തെ സീസണൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതില് വെച്ചിട്ട് ഉമ്മ ഒരു കണ്ടസ്റ്റന്റ് ആയി വന്നപ്പോ നിങ്ങൾ കുറച്ച് ആക്റ്റീവായിരിക്കില്ലെങ്കിൽ മമ്മാനെ നനഞ്ഞ വടക്കെന്ന് പറഞ്ഞ പോലെ നിങ്ങളെ അതേപോലെ പറയും. അപ്പൊ ആക്റ്റീവ് ചാടി ആൻസർ ഒക്കെ പറ. അത്യാവശ്യം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. പിന്നെ എല്ലാ സീസണിലും ഇതേപോലെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതേപോലെ കളിക്കുന്നത്. പക്ഷെ ഇതിൽ നന്നായിട്ട് കളിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഈ സീസൺ ഇച്ചിരൂടെ ആക്റ്റീവ് ആണെന്നല്ലേ? ഉമ്മ അല്ലാതെ വേറെ ആരാ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്? ഋഷി, ജിൻഡോ, അവരൊക്കെയാണ് ഫേവറേറ്റ്. അടിപൊളി. ഇപ്പൊ ഇക്കു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടായിരുന്നു. എപ്പോഴും ഇക്കുവിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ വാചാലമാവാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് റിയൽ നിഷാന? ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലുള്ള നമ്മൾ കണ്ടുള്ള നിഷാന തന്നെയായിരുന്നു? റിയൽ നിഷാന അത് തന്നെയാണ്. അവിടെ പോയി സ്റ്റക്കായി പോയ ഒരു ഫീലിംഗ് എനിക്ക് ഫീൽ ആയി പോയിരുന്നു. ഒരു സ്റ്റാർട്ടിംഗ് ട്രിബിൾ അല്ലേ? സ്റ്റാർട്ടിംഗ് ട്രിബിൾ. പിന്നെ പവർ കിട്ടിയതിന്റെ ഒരു ചെറിയൊരു ഇതായിരിക്കും, കൺഫ്യൂഷൻ ആയിരിക്കും. പെട്ടെന്നൊരു ഇത് കിട്ടി, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ആർക്കും ഒരു ഗ്രൂപ്പ് പ്ലാനിങ് അവിടെ ഒരു ഇതില്ലല്ലോ. ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒത്തൊരുമില്ലാത്ത പോലെ ആയിരുന്നു. അപ്പൊ അതിനുള്ളൊരു ഹാങ് ആയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ആദ്യ ആഴ്ചയിൽ തന്നെ ലാലേട്ടനോടൊക്കെ കയറി വലിയ ഡയലോഗൊക്കെ പറഞ്ഞു, ഇത് പന്തുകളിയാണ് വിചാരിച്ചു. അത് കേട്ടപ്പോ ഞാൻ ആകെ ഒരു ഇതായിപ്പോയി, എന്താ അങ്ങനെ പറഞ്ഞേന്ന്. ഇപ്പൊ പുള്ളി പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ വീട്ടില് ഞങ്ങൾ സൗകര്യം ചെയ്തു തരാം, അവിടെ പോയി കളിച്ചോന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഇതായി പോയിരുന്നു, വിഷമം തോന്നി, ഡള്ളായി പോയായിരുന്നു. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കിൽ ഇനിയിപ്പോ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും? അപ്പൊ നോക്കിയപ്പോ കുറെ ടാസ്കുകൾ കിട്ടി. ആ ടാസ്കുകളിലൊക്കെ ഇവര് കേറി വന്നപ്പോ തന്നെ നമുക്ക് പുറത്തുനിന്നും ഇതുപോലുള്ള കമന്റുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോ ഞാൻ വർക്കിന് പോണ സ്ഥലത്താണെങ്കിലും ഇപ്പൊ എന്താ നിന്റെ വൈഫ് ഇങ്ങനെ പെട്ടെന്ന് ഇതായി പോയെ, ഞാൻ പറഞ്ഞിങ്ങനെ അവിടുത്തെ ഒരു ഇത് അങ്ങനെയാണ്, അന്തരീക്ഷം അതാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷെ നെക്സ്റ്റ് വീക്കില് ആളൊന്ന് പിടിച്ചു കയറി വന്നപ്പോ തന്നെ എല്ലാരും പറഞ്ഞു അപ്പൊ ആള് സെറ്റപ്പ് ആയല്ലോ. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ സെക്കൻഡ് വീക്കില് തേർഡ് വീക്കിലും കൂടി ആണെങ്കിലേ ആൾക്ക് ഇത്തിരി കൂടി ഒന്ന് സെറ്റ് ആയി പോയെന്നാണ് എന്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിന്റെ ഒരു ഇതുണ്ടായിരുന്നു അല്ലെ? ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി
നല്ല പഠിച്ച് ഗെയിം ഇതാക്കി എങ്ങനെ കൊണ്ടുവരണം എങ്ങനെ ചെയ്യണം എന്നുകൊണ്ട് ഫുൾ പ്ലാനിങ് ബാക്കിയുള്ളവര് എന്താന്ന് വെച്ചാല് അത് മൊത്തത്തിൽ അവിടെ ഒരു ഗ്രൂപ്പ് പ്ലാനിങ് പോലെ എന്താന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വന്ന ഒരു ഫീലിംഗ് പോലെ എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് കണ്ടപ്പോഴും തോന്നി പിന്നെ തോന്നിയില്ലേ അത് നമുക്ക് ഇതില് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നു, ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നു, നമുക്ക് ലൈവില് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നലെ ഇപ്പൊ ജിൻഡോ ഇരുന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടോ ബാത്റൂമിൽ ഇരുന്നിട്ട് അങ്ങനെ എന്തോ ഗ്രൂപ്പ് ആണെന്ന് വെച്ചപ്പോ തന്നെ ഇത് പുറത്തുനിന്ന് എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരാളിനെ ആദ്യം ചാടിച്ച് വിട്ടാലാണ് അവർക്കൊരു ഇതുണ്ടാവുള്ളൂ. ഇപ്പൊ കോംപ്ലക്സ് കൊണ്ട് രണ്ടുപേരാണല്ലോ, ഒരാൾ പുറത്തു പോയി, അപ്പൊ അടുത്തൊരാൾ അവിടെ പിടിച്ചു നിർത്തണം എന്നുള്ളൊരു അങ്ങനെ ഒരു ഫീല് എനിക്ക് തോന്നിച്ചോട്ടോ. ചിലപ്പോ അങ്ങനെ എനിക്കടക്കം അവിടെ ഇരുന്നുകൊണ്ട് മനസ്സിലായില്ല. ഇപ്പൊ ജിൻഡോ ബ്രോ പറയുമ്പോഴാണ് എനിക്ക് കുറെ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് കണക്ട് ആവുന്നത്. ഓ ഓക്കെ, സോ അപ്പൊ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ആയിരുന്നല്ലേ. ഇപ്പൊ നോറയും റസ്മിനും, നോറ ഫുൾ ടൈം അവള് വേറെ ടീമിലാണെന്നതിന് ഫുൾ ടൈം ഞങ്ങളുടെ റൂമിലാണ് വന്ന് കടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ റൂമിൽ ഓൾറെഡി 4 ബെഡ് ഉണ്ട്, പക്ഷെങ്കിൽ നോറ അതില് 4 ബെഡിൽ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ ടണൽ ടീമില്, പക്ഷെ അവള് എക്സ്ട്രാ കാലിയായിട്ടുള്ള ഒരു ബെഡിൽ കിടക്കില്ല, ഫുൾ ടൈം റസ്മിന്റെ കൂടെ തന്നെ കിടക്കുള്ളൂ. അപ്പൊ ഇവരിങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുമ്പോ ഞാൻ കരുതിയത് ഓക്കെ ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ എനിക്കറിയില്ല, ഇപ്പൊ ജിൻഡോ ബ്രോ പറഞ്ഞപ്പോഴാണോ ഓ അപ്പൊ ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലാൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലേ. അപ്പൊ അങ്ങനെ ഇവൻ അവര് പുറത്തുനിന്നൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നെന്ന് പോലും എനിക്ക് ഇപ്പൊ ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഇപ്പൊ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കുമ്പോ മേ ബി ശരിയായിരിക്കാം, ഞാനാണ് അവിടെ ശരിക്കും എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരൊക്കെ കൂടെ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാനിൽ പുറത്താക്കിയതാണോ എന്ന് കൂടെ എനിക്കിപ്പോ സംശയമാണ്. ചേട്ടനും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? തോന്നിയിട്ടില്ല, എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ടാർഗറ്റ് ചെയ്ത് സ്നേഹം പൊതിഞ്ഞ സ്നേഹം കൊണ്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. അർസ്മീനാണെങ്കിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഐ മീൻ ഞാനൊരു വട്ടം ഗബ്രിയായിട്ട് ഫയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും പോകുമ്പോ എന്തിനെങ്കിലും പറയണ പൊട്ടത്തരം എന്നാ എന്റെ അടുത്ത് പറയും, ഇങ്ങനെ പൊട്ടത്തരം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു. അതിനുശേഷം ഞാനും നോറയായിട്ട് ഒരു വട്ടം വഴക്കായപ്പോ അപ്പോഴും അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിശാന്തൊന്നും മിണ്ടായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ പറയുന്നത് ശരിക്കും എനിക്ക് പേഴ്സണലി എന്നിട്ട് ഞാൻ ആരോടാ ഞാൻ ചേച്ചിനോട് ശ്രീദേവി ചേച്ചിനോട് പറഞ്ഞു എനിക്ക് അറിയില്ല ചേച്ചി ഞാൻ എന്ത് പൊട്ടത്തരം പറയണമെന്നാ പറയണത്. ഗബ്രി പറഞ്ഞു ഒരാള് നാളെ ഇന്ന് പണിയെടുത്തവരാരും പണിയെടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറയുകയാണ് ഇന്ന് പണിയെടുത്തവരാരും പണിയെടുക്കണ്ടെന്ന് ഞാൻ ഇന്നലെ ഓൾറെഡി ഓർഡർ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കയറിയില്ല അടുക്കളയ്ക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു നീ ഓർഡർ ചെയ്യുകയോ ചെയ്തത്, പിന്നെ നിനക്കത് എങ്ങനെ ഇവിടെ ബാധകമാവാ? നീ ഒരു പവർ ടീമിലുള്ള ഒരു വ്യക്തിയാണ്, നീ കയറിയില്ല എന്ന് പറയുന്നത് എന്തർത്ഥമുള്ളതെന്ന് വെച്ചപ്പോ ഇവൻ എന്റെ മേത്തേക്ക് അങ്ങോട്ട് കയറി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ മതി, നിങ്ങൾ എന്റെ തലയിൽ കയറാൻ വരണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുള്ളൂ, നീ പറയണമെന്ന് ക്ലിയർ ആക്കിത്താ, എന്നിട്ട് നീ എന്താ വെച്ചാൽ പറഞ്ഞോന്ന് പറയുമ്പോഴത്തേക്കും റസ്മിനും ബാക്കിയുള്ളവരോട് എന്നിട്ട് മിണ്ടായിരിക്കും വെറുതെ എന്ത് പൊട്ടത്തരം നിങ്ങൾ പറയണം, നിങ്ങൾ പറയണമെന്ന് മനസ്സിലാവില്ല. അപ്പൊ ശരിക്കും എനിക്ക് ഫീലായി ഇനിയിപ്പോ എന്തുവാ കാണിക്കുക. അപ്പൊ എനിക്ക് ഇവിടെ വന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് നോക്കുമ്പോ ഓക്കെ അതൊക്കെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു. ജസ്റ്റ് നമ്മള് ക്ലിപ്സുകളൊക്കെ കാണുള്ളൂ, ആ ക്ലിപ്സുകളൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇരുന്ന് ഈ മൊബൈലിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു മനസ്സിലാവുന്നത്. പിന്നെ പല ആൾക്കാരും വിളിച്ചിങ്ങനെ പറഞ്ഞു അങ്ങനെ അവരങ്ങനെ കാണിച്ചേ, നിന്നെ എതിർത്ത് നിൽക്കാണല്ലോ എല്ലാരും, അത് എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ഇവര് 4 പേരും ഒരുമിച്ചായിരുന്നു എന്നും നോറയും ജാസ്മിനും റസ്മിനും ഒക്കെ ഒന്നിച്ചാകുമ്പോ ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വരുമ്പോ എല്ലാവർക്കും ഒരു കൂട്ടുണ്ട്, എല്ലാവർക്കും ഒരു കമ്പനി ഉണ്ട്, അതുപോലെ ആയിരിക്കും. ഇപ്പൊ കോമണർ എന്നുള്ള രീതിയിൽ ഞാൻ റസ്മിന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കേറിയപ്പോ ആകെ ചേഞ്ച് ആയപ്പോ എനിക്കും ഒന്നും, പിന്നെ ഞാൻ ഒരു പ്ലാനും വെച്ചിട്ട് പോവാത്ത ഒരാളാണ്. എനിക്ക് ഗെയിമിനെ കുറിച്ച് ശരിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാൻ പോകുന്നതിന് മുമ്പ് ഒരാളെ പോലും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ റസ്മിന്റെ അടുത്ത് ഡ്രസ്സ് എവിടെ നിന്ന് മേടിച്ച എന്തെങ്കിലും കൊളാബ് കിട്ടിയായിരുന്നു, എനിക്ക് ഒരു കൊളാബ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനെല്ലാം എന്റേതായിട്ടുള്ളതിലാണ് ഞാൻ കൊണ്ടുപോയത്. ഒന്നും കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബാക്കിയുള്ളവരെല്ലാം എനിക്ക് തോന്നുന്നു സിജോ അർജുനൊക്കെ കൊളാബ് ഇല്ലാതെ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവരും ഓൾമോസ്റ്റ് കൊളാബ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ. സോ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം റസ്മിനെ എനിക്ക് ആ ഒരു വീക്കിൽ ഞാൻ നോമിനേറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് 100% കൺഫേം ആയിരുന്നു ഞാൻ അവിടുന്ന് പോകും. കാരണം ആ കൂട്ടത്തില് കോമണേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ റസ്മിന് ഓൾറെഡി കോളേജ് വൈസും സെലിബ്രിറ്റി ഫാൻസ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അവൾക്ക് എന്നെക്കാളും വെച്ച് നോക്കണം. ഞാൻ ഇവിടെ ആണെങ്കിൽ PR വർക്ക് ഇല്ല, കാര്യങ്ങളില്ല. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലാലേട്ടനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കാരണം ഇത് ഇതാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് എന്നെ പവർ റൂമിൽ കയറിയപ്പോൾ ഞാൻ കുറച്ച് സൈലന്റ് ആയിരുന്നു, അതുകൊണ്ടും എനിക്ക് വോട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഋഷി ആണെങ്കിൽ എല്ലാവരും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്, അവർക്ക് ഓൾറെഡി എന്തായാലും ഇത് കിട്ടും, വോട്ട് കിട്ടും. അപ്പൊ എനിക്ക് 100% ഉറപ്പായിരുന്നു ഞാൻ പോകും എന്നുള്ള കാര്യം. ആണല്ലേ? നിങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ആ വീക്ക് മമ്മി പുറത്തു വരും എന്നുള്ളത്?
ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു വോട്ടിന്റെ ഇത്. വോട്ടിന്റെ അപ്പൊ അതിലൊക്കെ ഡേഞ്ചർ സോണിലൊക്കെ മമ്മയെ പറഞ്ഞായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് വെറുതെ ഫേക്ക് ആയിരിക്കും, എങ്ങനെ ഇവരൊക്കെ ഇത് അറിയണേന്നാ. മമ്മ നന്നായിട്ട് കളിക്കണേന്ന് എനിക്ക് തോന്നി. ഋഷിയും സുരേഷ് ഏട്ടനും ഞാന് റസ്മിൻ, സുരേഷ് ഏട്ടൻ, നോറ 8 പേരായിരുന്നു. ജിൻഡോ പിന്നെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. മമ്മീനെ ബിഗ് ബോസ് പോവാനുള്ള കാരണം മോനാണല്ലോ. അപ്പൊ മമ്മി ഇത്ര പെട്ടെന്ന് 13 ദിവസത്തിന്റെ ഉള്ളിൽ വന്നു. അപ്പൊ അതില് വിഷമം തോന്നിയായിരുന്നു? അങ്ങനെ വിഷമവും സന്തോഷം രണ്ടിന്റെയും നടുവിലായിട്ടാണ്. നന്നായി സംസാരിക്കുന്നുണ്ട്. ചാടി കളിക്കായിരുന്നു. മമ്മി വരുമെന്ന് പറഞ്ഞപ്പോ എന്താന്ന് വെച്ചാ അവിടെ നടക്കണതൊക്കെ ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വെറും അവിടെ വെറും ഒരുമാതിരി ഫേക്ക് ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരുമാതിരി ഇവിടെ സെപ്പറേറ്റ് മാറ്റി നിർത്തി ചെയ്യണ പോലെയാണെന്നൊക്കെ. അപ്പൊ മമ്മ അവിടെ വരുന്നത് നല്ലതെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ കിടന്ന് ഒരു ഇത് കാണിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. അതിന്റെ പേരിൽ ഭയങ്കര ചാട്ടക്കായിരുന്നു ആള്. നമുക്ക് മാറ്റി പിടിച്ചാലോ എന്നാണ് ടാഗ് ലൈൻ തന്നെ ഇപ്രാവശ്യത്തെ. അപ്പൊ മമ്മി എങ്ങനെ നിന്നിരുന്നെങ്കിൽ മുന്നോട്ട് പോവായിരുന്നു? അങ്ങനെ പവറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇടിച്ചിടിച്ച് ഫേക്ക് ആയിട്ട് നിൽക്കുവായിരുന്നെങ്കിൽ മുന്നോട്ട് പോയായിരുന്നു. ആണല്ലേ? ജെന്യൂനായി നിൽക്കുന്നവർക്ക് ജെന്യൂനായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ഗെയിം അല്ലല്ലോ. പിന്നെ അത് മെല്ലെ മെല്ലെ ചിലവര് സ്റ്റാർട്ടിങ്ങില് ഇപ്പൊ രതീഷ് ചേട്ടനാണെങ്കിലും റോക്കി ആണെങ്കിലും അവരൊക്കെ അങ്ങനെ പെട്ടെന്ന് കയറി വന്നുകൊണ്ട് ആ ഒരു നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ഷിജോ അവരൊക്കെ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അത് രതീഷ് ചേട്ടൻ പോയി. ബിഗ് ബോസ് തന്നെ പറയുന്നത് ഇവിടെ നമ്മളുടെ റിയൽ ക്യാരക്ടർ ആണ് ഇവിടെ വെളിയിലേക്ക് വരുന്നത്. അപ്പൊ ഇവര് ഫേക്ക് ആവുക എന്നുള്ളത് ഇവര് എന്തിനു വേണ്ടിയും ഫേക്ക് ആവാനും റെഡി ആണ് എന്നുള്ള അവരുടെ റിയൽ ക്യാരക്ടർ ആണത്. ഗെയിമായിട്ട് മാത്രമല്ല, ഈ ഗെയിം കളിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ളത് അവരുടെ ക്യാരക്ടറാണ്. അവര് പുറത്ത് വന്നു കഴിഞ്ഞാലും ചിലപ്പോ അവരൊരു നേട്ടത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ളൊരു ക്യാരക്ടർ. പക്ഷെ സീരിയസ്ലി എനിക്ക് ഇന്നേ വരെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിൽ അത് എത്ര പൈസ തരാം എന്ത് തരാന്ന് പറയുകയാണെങ്കിലും എനിക്ക് എന്റെ സ്റ്റാൻഡിൽ നിൽക്കാൻ തന്നെ ഇഷ്ടം. അടി ഉണ്ടാക്കണടുത്ത് അടി ഉണ്ടാക്കണം, വേണ്ടാത്തടുത്ത് ഞാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയില്ല. ഞാൻ നല്ല രീതിക്ക് റിയാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷെ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ബോൾഡായിട്ട് പോയി ഇത്രയും യാത്രകൾ ചെയ്യത്തില്ലല്ലോ. ഇങ്ങനത്തെ ഒരു ഡമ്പായിട്ടിരിക്കുന്ന ഒരാള് എങ്ങനെ ഇത്രയും യാത്രകൾ ചെയ്യും? സോ എനിക്കും പേഴ്സണലി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കുറെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ ബോൾഡായത് കൊണ്ടാണ് ഞാൻ അതിനൊക്കെ അതിജീവിച്ച് ഇവിടം വരെ എത്തിയത്. ലൈഫിലാണെന്നുണ്ടെങ്കിലും ഫാമിലിയിൽ കുറെ അഡ്ജസ്റ്റ് ചെയ്യും. പുറത്ത് പോകുമ്പോൾ അറിയാത്ത ആൾക്കാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നടക്കുന്നത്. ഇത് വാണ്ടഡ്ലി ചെയ്യുന്ന കാര്യം ഒരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ കടന്ന് കുറച്ചു നേരം ഒരു പട്ടി ഇപ്പൊ ഇത് സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്താലും വെറുതെ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് കുറിച്ചിട്ട് കാര്യമില്ല. അത് അവിടെ കിടന്ന് കുറയ്ക്കും. എന്നിട്ട് അത് കുറച്ച് മതിയാകുമ്പോ അവിടെ ഇരിക്കും. അത് ക്ഷീണിച്ച് കുറച്ച് മതിയാകുമ്പോ ഇപ്പൊ രതീഷേട്ടനൊക്കെ 2 ദിവസം തൊണ്ടയൊക്കെ പോയിട്ട് അവിടെ ഇരുന്നില്ലേ? കുറെ എല്ലാവരുടെയും സൗണ്ട് പോയി. അതെന്തുകൊണ്ടാ? പിന്നെ അങ്ങനെ സൈലന്റ്, അവർക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ അറിയാം, എല്ലാത്തവരല്ല. പക്ഷേങ്കിൽ അവിടെ വരുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം മലയാളികളുടെ ഇടയിൽ. അതെ, പലരും ഇതിന് ഗെയിമായിട്ട് എടുക്കുന്നവരുണ്ട്. ഓക്കെ, ഇവര് ഫേക്ക് അല്ല, ഗെയിമായിട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷെ പലരും ഇതിനെ റിയൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ഗെയിമിന്റെ ഒരു സാധനം തന്നെ റിയാലിറ്റിയാണ്, നമ്മൾ റിയൽ ഇതെന്നുള്ളൊരു സാധനം. ആ 13 ദിവസം എന്താണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉള്ളിലാണ് പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാണ് നിഷാന. ഇവിടെ നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ കുട്ടികളും ചേട്ടനും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവളിപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളൊരു ഞാനിപ്പോ വർക്ക് ടൈമിൽ ഫ്രീ കിട്ടുമ്പോൾ ഞാനൊരു ഉച്ച സമയത്ത് വിളിച്ച് എവിടെ എത്തി എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. വൈകിട്ടും പിന്നെ രാത്രി അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കണമല്ലോ. ഈ 2 വീക്ക് നമ്മളെ ഇവലായിട്ട് കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല. കാണുന്നത് ഈ ടിവിയിലും ഈ ലൈവിലും ഒക്കെ കാണുന്നത്. അപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഈ കമന്റിലൊക്കെ ഞാൻ അങ്ങനെ കുറെ നോക്കി, ഇങ്ങനെയുള്ള കോമഡേഴ്സിനെ ഒരു തെരഞ്ഞെടുത്ത് വെറും ഇതായി പോയി 2 പേരെ ഇതൊക്കെ. ഇതിപ്പോ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് പോണ ഒരു സംഭവം അല്ലല്ലോ. ഇത് പെട്ടെന്ന് വിളിച്ചു, പെട്ടെന്ന് ഇത് ഇതായി, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഒരു ഇതുമില്ല, ഡ്രസ്സ് കോസ്റ്റ്യൂംസ് സംഭവങ്ങൾ എടുക്കണു. ഇതിന് എങ്ങനെയാണെന്ന് ആരോട് ചോദിക്കുന്നത്? പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിന്റെ ഞാൻ ആ ഒരു ഇന്റർവ്യൂവിന് ഡയറക്റ്റ് ഓഡീഷന് പോയപ്പോഴടക്കം ഞാൻ പറഞ്ഞായിരുന്നു, ഞാനിതൊരു കാണുന്ന വ്യക്തിയല്ല. ഞാൻ ഈ യാത്രന്റെ ഇടയ്ക്ക് വളരെ വിരളമായിട്ട് ഇങ്ങനെ മോൻ പറഞ്ഞത് കൊണ്ട് അവൻ കാണുന്നതാണ്. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അവൻ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നും പിള്ളേരുടെ ഇടയിൽ ഒരു സൂപ്പർ മാം ആവണം എന്നുള്ളൊരു ആഗ്രഹം. എനിക്ക് ആ ഒരു ആഗ്രഹമാണ് കൂടുതൽ വരെ. ഇവർക്ക് മാക്സിമം ബെസ്റ്റ് കൊടുക്കണം, ഇവർക്ക് ഒരു പ്രൗഡ് ഫീൽ വേണം. നാളെ ഇവര് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഇന്ന് റസ്മി പറഞ്ഞു, എന്റെ അമ്മ അവളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു, എന്റെ അമ്മയാണ് ഞങ്ങളെങ്കിലും. അപ്പൊ ആ ഒരു സാധനം എനിക്ക് എന്റെ മക്കളിലേക്കും കൊണ്ടുവരണം. അതേപോലെ ഇക്കാക്ക് ഒരു പ്രൗഡ് ഫീൽ, എന്റെ വൈഫ് എന്നുള്ള ഒരു പ്രൗഡ് ഫീൽ ഉണ്ട്. അപ്പൊ അതിന് മാക്സിമം ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ഞാൻ ചെയ്യുന്നു. അപ്പൊ ബിഗ് ബോസിന്റെ
കാര്യത്തിൽ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു റിയാലിറ്റി ഷോ എന്ന് മാത്രമേ ഞാൻ അവിടെ ആ ഒരു കൺസെപ്റ്റിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇതിന്റെ ബിഹൈൻഡിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ആ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് അവരുടെ അടുത്ത് ഞാൻ ഇതേപോലത്തെ ഞാൻ കാണില്ല എന്ന് പറഞ്ഞു. അവരൊന്നും കുഴപ്പമൊന്നും പറഞ്ഞില്ല. യെസ്, ജെന്യൂൻ ആയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ബിഗ് ബോസിൽ കിട്ടിയിട്ട് കോൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പോൺസർ വരികയാണ് വേൾഡ് റൈഡിന് എന്തെങ്കിലും, നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഞാൻ വേൾഡ് റൈഡ് പോകും. ഷുവറായിട്ട് ഞാൻ വേൾഡ് റൈഡ് പോകും. പക്ഷേങ്കിൽ ഞാൻ അവിടെ എന്റെ കാശ് കൊണ്ടാണ് പോകാൻ നിൽക്കണമെങ്കിൽ ഞാൻ ആദ്യം ബിഗ് ബോസിൽ കയറി കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ പോകും. അല്ലാതെ ഒരാളെ എനിക്ക് സ്പോൺസർ ചെയ്ത് വരികയാണെങ്കിൽ ഞാൻ എന്തിനത് വെറുതെ കളയേണ്ട ആവശ്യം? ബിഗ് ബോസിനേക്കാളും എനിക്ക് ഇമ്പോർട്ടന്റ് ട്രാവലാന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവര് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് തോന്നി ഓക്കെ എന്തോ സംതിങ് എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. ഈ പോസിറ്റീവിന്റെ ആ ഒരു ഏഷ്യനെറ്റിലെ പ്രൊമോ പോലെ തന്നെയായിരിക്കും ഇത്. ഓക്കെ ഇയാള് പോസിറ്റീവ് ആണ്, അപ്പൊ ഇയാളെ കൊണ്ട് പറ്റും. ആ ഒരു സാധനം തന്നെയായിരിക്കും ഞാൻ അപ്പോഴും വിചാരിക്കുന്നത്. അവിടെയും ഞാൻ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യാന്നുള്ള ഒരു സാധനമാണല്ലോ നിഷാന മെയിൻലി വിചാരിച്ചത്. പോകുമ്പോ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ? കാരണം കേറുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ദേഷ്യക്കാരി എന്നൊക്കെ വിചാരിച്ചത്. ദേഷ്യക്കാരി പറയാം. അത് സംഭവം എന്താ വെച്ചാല് കാര്യങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ കയറിയിട്ട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനും അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ഇന്നവർ അങ്ങനെ ഉണ്ട്, നീ എന്തിനാ അതൊക്കെ പറയാൻ പോയെ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അതായത് അതിന്റെ വഴിക്ക് വിട്ടുകൂടെ എന്ന് ഞാൻ ഒരിക്കൽ അങ്ങനെ ഞാൻ പറയാറ്. പക്ഷെ ഇവിടെ ഈ ഗെയിം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് എങ്ങനെ നമ്മള് അവിടുന്ന് ഇതായി മാറുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ശരിക്കും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണെന്നാണ് നോർമലി നടക്കുന്നത്. അപ്പൊ എനിക്കത് റിയാക്ട് ചെയ്യാൻ തോന്നും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴല്ലേ മനസ്സിലാവുന്നത് അത് ജെന്യൂൻ ആയിട്ട് നടക്കുന്ന പ്രശ്നങ്ങളല്ല, ക്യാമറ സ്പേസിന് വേണ്ടി ഉണ്ടാവുന്നതാണ്. പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നും നമുക്ക്? ഞാനതാ പറഞ്ഞത്. ഞാന് ദേഷ്യപ്പെടും പറഞ്ഞാൽ റിയൽ ആയിട്ട് തോന്നുന്ന കാര്യത്തിന് എന്ത് ചെറ്റത്തരം കാണിക്കണേലും നെടുത്തരം കാണിക്കണേ ഞാൻ മുഖത്ത് നോക്കി പറയും. ഇപ്പൊ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി, അവര് ചീപ്പ് ഫുഡ് തരികയാണെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും നിങ്ങളുടെ ഫുഡ് എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ അടി ഉണ്ടാക്കിയിട്ട് വരാറുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അതിനല്ല അടി ഉണ്ടാക്കണം, അവര് വാണ്ടഡ്ലി ചെയ്യുന്ന കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അടുത്ത പോയിന്റിൽ അവര് ഒരുമിച്ച് അതാണ് ഏറ്റവും വലിയ വിറ്റ്. കാരണം അടി ഉണ്ടാക്കി അമ്മാരി ഫൈറ്റ് ഉണ്ടാക്കി തേറിയും അതും ഇതും കുറച്ച് നേർക്ക് നേർന്നുണ്ട് ഇങ്ങനെ കാണിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എടാ അവര് ഒരാള് പ്രശ്നം ഉണ്ടാക്കുമ്പോ അത് കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്ന് വേറെ വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ പുറത്തു ഒരാളായിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പുറത്തു പോയിട്ട് തോളത്ത് കഴിഞ്ഞിട്ട് പോട്ടടാന്ന് പറയില്ലല്ലോ, നമ്മുടെ മനസ്സിലെങ്കിലും മനസ്സിൽ വരുമല്ലോ. കാരണം അതാണ് ജെന്യൂനിറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അടി ഉണ്ടാക്കണ ആവശ്യത്തിന് ഉണ്ടാക്കുക. ഇതൊരു കാര്യമില്ലാണ്ട് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് തന്നെ അവളോടെ അറിയാം ഇതൊരു കാര്യമില്ലാണ്ട് ഉണ്ടാക്കിയ. മുമ്പത്തെ സീസണുകളിലൊന്നും നമ്മൾ ഇന്നത്തെ പ്രൊമോയ്ക്കുള്ള നമ്മൾ കൊടുത്തു, ഇന്നത്തെ കണ്ടന്റിനുള്ള നമ്മൾ കൊടുത്തു. ഇതാണ് അവിടുത്തെ സെറ്റപ്പ്. എനിക്ക് ഇപ്പൊ ക്യാമറ സ്പേസ് ഞാൻ ഒരിക്കലും ലൈഫിൽ ആഗ്രഹിച്ചില്ല. ഇപ്പൊ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും ഓൾ ഇന്ത്യ റൈഡ് 3 വട്ടം ഞാൻ ചെയ്തതാ. ഇന്ത്യ റൈഡ് സൈക്കിൾ റൈഡ് ചെയ്തതാ. ഒരിക്കലും സൈക്കിൾ ഓടിക്കാൻ എനിക്ക് ശീലമില്ലാത്ത ഒരാളാ. എന്നിട്ടും ഞാൻ സൈക്കിൾ എടുത്തിട്ട് ഞാൻ ഈ തായ്ലൻഡും കംബോഡിയ എനിക്ക് തോന്നുന്നു അതൊന്നും ചെറിയ കാര്യമാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് അതൊരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീട്ടമ്മ പോകുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ എവിടെയും പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്ത് പോവേ ഇവിടെ എല്ലാവരും അറിയിച്ചിട്ട് അതേ ഒരു വീട്ടമ്മ സൈക്കിൾ റൈഡ് പോകുന്നു, അത് സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ എന്റെ ഇഷ്ടം മാത്രമാണ് ഞാൻ അവിടെ നോക്കുന്നത്. എനിക്ക് അങ്ങനെ ക്യാമറ സ്പേസും ഫേമസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ. ഇവിടെ ഈ ഒരു പറഞ്ഞ പോലെ ഇങ്ങനെ വന്നതാ, ഇവൻ വഴി ഇവന്റെ ഒരു താല്പര്യപ്രകാരം ആഗ്രഹത്തിനനുസരിച്ച് വന്നതാ. ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നിഷാൻ ഇപ്പൊ അവിടെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളില് പറഞ്ഞ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവള് ഒരു സെക്കൻഡ് വീക്കിൽ 5th പൊസിഷൻ വരുന്ന ആൾക്കാരെ പറഞ്ഞയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു വീഡിയോ വന്നതിൽ നോക്കുമ്പോൾ എന്തോ ഞാൻ ഒട്ടും പോരാ എന്നുള്ള രീതിയിൽ വന്ന ലാസ്റ്റ് ആ 5th പൊസിഷൻ നിഷാനിക്കാണ് എന്ന് പറഞ്ഞിട്ട് തരുന്ന രീതി മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ട് 5th പൊസിഷൻ വന്നു എന്നുള്ളത് അതിൽ അവിടെ കാണിച്ചിട്ടില്ല. ശരിക്കും അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നിരുന്നു റൂമിൽ വെച്ചിട്ട്. അപ്പൊ അതിൽ എല്ലാവരും കൊടുത്തത് ഗബ്രിക്കായിരുന്നു 5th പൊസിഷൻ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു പവറിനെ മിസ്യൂസ് ചെയ്തു. പോരാത്തതിന് അതിന്റെ മുമ്പത്തെ ദിവസം അവൻ ആ പവർ ബാഡ്ജ് ഊരി വെച്ചു. അന്നേ ദിവസം പവർ റൂമിൽ കടന്നില്ല. അപ്പൊ ഒരു ടീമിന് ആ ഒരു പവർ ടീമിനെ തന്നെ ഒരു ഇതാക്കുന്ന രീതിയിലായതുകൊണ്ട് അവരെല്ലാവരും 5th പൊസിഷൻ കൊടുത്തു. പിന്നെ ഞാനാണ് പറഞ്ഞത് ആക്ച്വലി കുഴപ്പമില്ല ഞാൻ പൊക്കോളാം, എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ സീരിയസ്ലി ഒരു ടീം വർക്ക് ഇല്ലാത്ത എനിക്ക് ആ ടീമെന്ന് ഒഴിയണമായിരുന്നു. അതിനാണ് ഞാൻ അവിടെ നിന്ന് സീരിയസ്ലി ഇറങ്ങിയത്. ബിക്കോസ് അവിടെ നിൽക്കുമ്പോൾ ഇവർ തോന്നിയ പോലെ കാണിച്ചു വിട്ടെ, ഇൻഡിവിജ്വൽ ആയിട്ട് തോന്നിയ രീതിയിൽ കാണിച്ചു. അത് എനിക്ക് മനസ്സിലായിട്ടോ, ആ ടീമിൽ ഇറങ്ങാനായിട്ട് ബാഡ്ജ് ഊരി കൊടുത്തത് ജാൻവരിക്ക് തോന്നുന്നത് ഞാൻ അത് പുറത്തുനിന്ന് കണ്ടിട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടെ നിന്ന് മാറണം എന്ന്
അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇന്ന് മാറിക്കഴിഞ്ഞാൽ പക്ഷെ അതില് നന്നായിരിക്കും. നിഷാന പറഞ്ഞത് പുറത്തു വന്നിരുന്നെങ്കില് വോട്ടിന്റെ ഭാഗത്ത് ഇച്ചിരി കൂടെ ഒരു മാറ്റം വരുമായിരുന്നു. നിഷാന സ്വയം ഒഴിയുകയാണ്. ഇതിപ്പോ നിഷാന ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാരും കൂടെ തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ അതിലെനിക്ക് വിഷമമുണ്ട്. സീരിയസ്ലി എനിക്ക് പുറത്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത് ജെനുവൻലി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാൻമണി ഒരു തീരുമാനം എടുക്കുന്നു, യമുന ചേച്ചി വേറെ ഭാഗത്ത് പോയി ഒരു തീരുമാനം എടുക്കും, ശ്രീരേഖ ചേച്ചി ഇങ്ങനെ പോയൊരു തീരുമാനം എടുക്കും, ഗബ്രിക്ക് തീരുമാനം. അപ്പൊ ഇവർക്കൊക്കെ പല രീതിക്കും പലർക്കും ഫേവറിസം കാണിക്കുന്നു, പല തീരുമാനങ്ങൾ എടുക്കുന്നു. എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ റൂമിൽ പോയിരുന്നു ജാൻമണിയോട് പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, ടീം വർക്ക് വേണം, നമ്മളൊരു ടീമായിട്ട് ഇരുന്ന് സംസാരിക്കണം. ഇവർക്ക് അതിനൊന്നും യാതൊരു നേരമില്ല. എനിക്ക് എങ്ങനെ ഞാൻ ആ ടീം ഒന്ന് പുറത്തിറങ്ങുന്ന ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ദൈവം സഹായിച്ചിട്ട് ബിഗ് ബോസ് ഇങ്ങനെ ഒരു സാധനം വന്നത്. ഓക്കെ, എന്നാ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനെക്കാട്ടും നല്ലൊരു സാധനം ഇനിയിട്ടല്ല. ഞാൻ അവിടെ വേണമെങ്കിൽ എനിക്ക് സേഫ് ആയിട്ട് ആ ആഴ്ച എനിക്ക് അവിടെ സേഫ് ആയിട്ട് ഇരിക്കായിരുന്നു. നെക്സ്റ്റ് വീക്കും കൂടെ ഞാൻ അവിടെ സേഫ് ആയി. അതിന്റെ നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ എനിക്ക് വരാം. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴും എത്തിയിട്ടുണ്ടാവില്ല. ഈ വീക്ക് ഇപ്പൊ നോമിനേഷൻ പോയി ഞാൻ എത്തിയിട്ടുണ്ടാവില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഒരു 4 ആഴ്ച അവിടെ കടന്നുകൂടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ സേഫ് എന്നുള്ളൊരു സാധനം ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോ എല്ലാരും എന്റെ ശ്രീരേഖ ചേച്ചി നീ ഇറങ്ങിയാൽ നീ പോവും, നീ നോമിനേഷനിലേക്ക് വരും, ഈ കൂട്ടത്തില് വോട്ട് കുറവാണെന്ന് പറഞ്ഞു ശ്രീരേഖ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു. ജാൻമണി ചേച്ചി ലാസ്റ്റ് കരയുന്നത് അതുകൊണ്ടാ. ഇവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ജാൻമണി ചേച്ചി ലാസ്റ്റ് ഞാൻ ഇറങ്ങിയപ്പോ കരഞ്ഞു. അവളുടെ അടുത്ത് ഞാൻ പോണ്ടെന്ന് പറഞ്ഞാണ് പവർ ടീമിൽ ഇറങ്ങണ്ട പറഞ്ഞു. പക്ഷേങ്കിലും ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, എനിക്ക് പോവാണെന്നുണ്ടെങ്കിലും ഞാനായിട്ട് നിന്നിട്ട് പോകണം. എനിക്കൊരു സേഫ് ഗെയിം കളിച്ചിട്ട് പോകണ്ട. ഞാനിവിടെ ഡംബായിട്ട് നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് ഞാനായിട്ട് ഇറങ്ങി പോകുന്ന. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കേസാ. എന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എല്ലാവരും വെച്ചു, ആ ഹൗസ് മേറ്റ്സിൽ എല്ലാവരും പറഞ്ഞു അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാനും നീ ഇങ്ങനെ ആക്റ്റീവ് ആവാനും നിനക്ക് അറിയാലേ എന്ന് ചോദിച്ചവരുണ്ട്. എല്ലാവരും ചോദിച്ചായിരുന്നു. അത് ഞാൻ ലാലേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്രാവശ്യം ഞാൻ ആക്റ്റീവ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നെന്ന്. പോയി, സാരില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും കിളി പോയിട്ടാണ് നിൽക്കുന്നത് എന്ന രീതിയിൽ ഒക്കെ പറയുന്നുണ്ട്. അവാർഡ് അതൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാ ബാധിച്ചത്? വിഷമം തോന്നിയിരുന്നു അതൊക്കെ കണ്ടപ്പോ? ഇല്ല, വലിയ അങ്ങനെ ഇത് തോന്നിച്ചൊന്നുമില്ല. വാഴയൊക്കെ ശരിക്കും എത്ര ഗുണങ്ങളുള്ള നിന്നെയൊക്കെ പ്രസിഡന്റ് പകരം എനിക്കൊരു വാഴ നട്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. അത് വാഴയ്ക്ക് എത്രയും ഗുണങ്ങളുള്ള അപ്പൊ വാഴയാവുന്നതിന് ഞാൻ അഭിമാനിക്കില്ലേ വേണ്ടത്? അല്ല, ഇവിടെ അങ്ങനെ ഡള്ളായി നിന്നാലും അവിടെ ഡള്ളായി നിൽക്കുന്ന എത്ര പേരുണ്ട്. എന്നെക്കാളും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുള്ള പോലെ തോന്നിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുന്നത്. എങ്ങനെയാലും ഇതിനെ പോച്ച് കുറച്ച് അടിച്ചിട്ട് വേണം എന്നുള്ള ആ ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഗെയിം പ്ലാൻ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വീക്കിന് ഡബിൾ എവിക്ഷൻ വന്നത് ആക്ച്വലി അവർക്ക് വേണ്ടത് ഞങ്ങളെ പോലുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ടാണ്. സെക്കൻഡ് വീക്ക് തന്നെ ഡബിൾ എവിക്ഷൻ വന്നത് അവർക്ക് വേണ്ട ഞങ്ങളെ പോലെ അല്ലാത്ത ആൾക്കാരായതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ ആൾക്കാരെ അവിടെ നിന്ന് പുറത്ത് ചാടിപ്പിക്കണം.